മഴയും കാറ്റും കെ.എസ്.ഇ.ബിക്ക് ഷൊർണൂർ മേഖലയിൽ മാത്രം 6.5 കോടി രൂപയുടെ നഷ്ടം. ഏപ്രിൽ മുതൽ ജൂലൈ 26 വരെയുള്ള കണക്കാണിത്. 91 ഹൈടെൻഷൻ തൂണുകളും 1021 LT പോസ്റ്റുകളുമാണ് തകർന്നത്. 2700 സ്ഥലങ്ങളിൽ വൈദ്യുത കമ്പികൾ പൊട്ടിവീണ് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. തെങ്ങുകൾ ഉൾപ്പെടെ വൈദ്യുതി ലൈനിലേക്ക് വീഴുകയും മരക്കൊമ്പുകൾ പൊട്ടിവീണുമാണ് നഷ്ടങ്ങൾ സംഭവിച്ചത്. 22-ാം തീയതി മുതൽ പല ദിവസങ്ങളിലും ശക്തമായ കാറ്റടിച്ചതുമൂലം കൂടുതൽ ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണിരുന്നു. ഇതോടെ വൈദ്യുത തകരാറുകൾ പരിഹരിച്ചു വരുമ്പോഴേക്കും ലൈനുകളിൽ വീണ്ടും മരങ്ങൾ പൊട്ടി വീഴുന്ന സ്ഥിതിയായി. പ്രതികൂല കാലാവസ്ഥയിലും പരമാവധി വേഗത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ജീവനക്കാർ പരിശ്രമിക്കുന്നുമുണ്ട്. ശ്രീകൃഷ്ണപുരം, ചെർപ്പുളശ്ശേരി, കോതകുരിശി മേഖലയിലും തൃത്താല, കൊപ്പം, വല്ലപ്പുഴ, മുതുതല, അലനല്ലൂർ, തച്ചമ്പാറ, കാഞ്ഞിരപ്പുഴ, അഗളി മേഖലയിലുമാണ് കൂടുതൽ കാലവർഷക്കെടുതി ഉണ്ടായത്. വൈദ്യുതി മുടങ്ങുമ്പോൾ സെക്ഷൻ ഓഫീസുകളിൽ തുടർച്ചയായി ഫോൺ വരുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് പരാതികൾ അറിയുവാനും പ്രയാസം നേരിടുന്നു. പ്രത്യേക സാഹചര്യത്തിൽ വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനം ഏകോപിപ്പിക്കാൻ സർക്കിൾ തല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന കാറ്റും മഴയുമാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് കാലതാമസം നേരിടുന്നത്. പൊതുജനങ്ങളുടെ പരിപൂർണ സഹകരണം കൊണ്ട് മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപനം വേഗത്തിലാകൂ എന്ന് ഷൊർണൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായ തമ്പാൻ അറിയിച്ചു. CCN ഒറ്റപ്പാലം.